friends, welcome back to Viniz world. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കാഞ്ചിപുരം റോസ്റ്റ് ആണ്. അതിനായിട്ടൊരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞി ബെല്ലൈക്കണും കൂടി എനാബിളാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടി എനാബിളാക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ദോശയ്ക്ക് മുകളിലൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരത്തെ ഇതുപോലെ തന്നെ ആ സ്പൂൺ കൊണ്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കാം. പതുക്കെ ഇങ്ങനെ തേച്ചാൽ മതി കേട്ടോ, സോഫ്റ്റായിട്ട്. ഇതിനു മുമ്പ് ദോശമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാം. 3 ഗ്ലാസ് പച്ചരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. 1 വാളം പുഴുക്കലരി, 1 ടീസ്പൂൺ ഉലുവ. ഇത്ര 6 മണിക്കൂർ കുതിർത്തിയതാണ്. എന്നിട്ട് അരച്ച് 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കണം. എന്നിട്ടെടുത്താണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ സവാളയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീളത്തിലാണ് എല്ലാം അരിഞ്ഞേക്കണത്. ഇനി കുറച്ച് ബീറ്റ്റൂട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം കേട്ടോ. എന്തോരം പച്ചക്കറി വേണോ അതിനനുസരിച്ചിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു കാഞ്ചിപുരം സാരി പോലെ പലതരം കളറ് വരണതുകൊണ്ടാണ് ഇതിന് കാഞ്ചിപുരം റോസ്റ്റ് എന്നുള്ള പേര് വന്നത്. ഇനി ഇതൊന്ന് വെന്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഈ പച്ചക്കറിയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. പച്ചക്കറി ഉപ്പിടാതെ ഇട്ട് കൊടുത്താണല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഉപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ ഒരുവിധം വെന്തോന്നുണ്ട്. ഇത് പകുതി വെന്താലും കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള പോലെ എടുക്കാം. പകുതി വേവിച്ചിട്ടാണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ വേറൊരു തൊപ്പിക്കാരനെയും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.